ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയുടെ മനസ്സിൽ നമ്മുടെ സുധീഷിൻ്റെ അടുത്തൊക്കെ ഒരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിധിയുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, അയാൾ ജെന്യുവനാണ്, അയാളെ എന്തിനാണ് നീ ഇങ്ങനെ വെറുക്കണത്, അല്ലെങ്കിൽ അയാൾ എന്ത് തെറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നിധിക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റണില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിധി ആലോചിക്കുകയാണ് ഭാസ്കരനച്ഛനെ പറഞ്ഞത്. ഈ ഭാസ്കരനച്ഛനല്ലേ നമ്മുടെ സുധീഷിനെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിട്ടത്, അപ്പോൾ അയാളല്ല ഈ പിരിവെച്ച് കൊടുത്തതെന്നൊക്കെ നമ്മുടെ നിധി ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ ഹോസ്റ്റൽ മേസിൻ്റെ ഒരു പറച്ചിലും കൂടെ നമ്മുടെ നിധി ആലോചിക്കുകയാണ്. അയാൾ ജെന്യുവനാണെന്ന് തോന്നുന്നുണ്ട്. അയാൾ ഇത്രയും താഴ്മയിൽ ഒരാളുടെ പിന്നാലെ പിന്നെയും വന്നിങ്ങനെ ക്ഷമ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ജെന്യുവനാണ്. അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയ തെറ്റല്ല, അത് ക്ഷമിച്ചേക്കുന്ന അവരൊക്കെ പറയാട്ടോ. അതിനുശേഷം നമ്മുടെ നികേഷ് ആണെങ്കിൽ നിധിയെ കോൾ ചെയ്യുന്നുണ്ട്, വീഡിയോ കോള്. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ നികേഷിന് സുഖമില്ല എന്ന് നമ്മുടെ നിധിക്ക് തോന്നുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ നികേഷ്, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയാണ്, ഏട്ടത്തിൽ പോയ പിന്നെ ഈ വീട് ഒരു വീടല്ലാണ്ടായി, പഴയ പോലെ തന്നെ ആയി ഈ വീട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്കും ഒരു സങ്കടമൊക്കെ തോന്നാം. അങ്ങനെ പിറ്റേന്ന് കാലത്ത് തന്നെ നമ്മുടെ നിധി ആ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണണം, സുധീഷിനും ക്ഷമിച്ച മട്ടിലാണ് നമ്മുടെ നിധി കിട്ടുക, പക്ഷേ അത് പുറത്ത് കാണിക്കണില്ല. അപ്പോഴും നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുകയാണ്. അപ്പോൾ നിധിയെ കാണുമ്പോൾ നമ്മുടെ സുധീഷിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്നുണ്ടെങ്കിലും സുധീഷിൻ്റെ സ്വഭാവം വെച്ചിട്ട് നമ്മുടെ നിധിയെ കളിയാക്കി കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ നിധി ആണെങ്കിൽ ആ താലിമാല എടുത്തിട്ട് നമ്മുടെ സുധീഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു അധികാരമല്ലേ നിങ്ങൾ ഈ പറയുന്നതെന്നും പറഞ്ഞിട്ട്. പിന്നീട് നികേഷും ചേട്ടന്മാരും ഹാളിലിരിക്കുമ്പോൾ നമ്മുടെ നികേഷ് പറയാണ്, നിങ്ങളൊരു ഫ്രോഡാണ്, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ സന്തോഷമൊക്കെ കളഞ്ഞത്, നിങ്ങൾ കാരണം എൻ്റെ ഏട്ടത്തി ഇവിടെ നിന്ന് പോയതെന്നൊക്കെ പറയാണ് നമ്മുടെ നികേഷ് ഇട്ട. അപ്പോൾ സുധീഷിനെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് നികേഷ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.